കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ കേരള ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങളാണ് പ്രധാന ചർച്ചയായിരിക്കുന്നത്. വയനാട് പുനരധിവാസം അടക്കമുള്ളവയിൽ ഒരു തീരുമാനമുണ്ടാകുമോ എന്നുകൂടിയാണ് കൂടിക്കാഴ്ചയിൽ ഉറ്റുനോക്കിയിരുന്നത്. ആർ രാഗേഷ് ചേരുന്നു. രാഗേഷ്, പ്രധാനമായി എത്ര സമയത്തേക്ക് ഈ കൂടിക്കാഴ്ച നീണ്ടുനിന്നു? വലിയ സാമ്പത്തിക പ്രതിസന്ധിയുമായിട്ട് കേരളം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ ഒരു അനുകൂല നിലപാട് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ സംസ്ഥാനത്തിനുണ്ടോ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം? അപർണ, ഔദ്യോഗികമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. വാർത്താക്കുറിപ്പാണ് ഇറങ്ങിയിട്ടുള്ളത്. PRD ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് അനൌദ്യോഗിക കൂടിക്കാഴ്ച, അനൌദ്യോഗിക സന്ദർശനമാണ് ധനമന്ത്രിയുടേതെന്ന പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ സ്വാഭാവികമായും കേരളത്തിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ, സാമ്പത്തിക വിഷയങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സാധാരണഗതിയിൽ കേന്ദ്ര മന്ത്രിമാരെ അങ്ങോട്ട് പോയി കാണുന്നതാണ് പതിവ്. പക്ഷേ ഇത്തവണ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് നേരത്തെ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമാണ് കേരള ഹൗസിലേക്ക് ധനമന്ത്രിയെ ക്ഷണിക്കുന്നതും ഈ കൂടിക്കാഴ്ച നടന്നതും. ഏതായാലും കേരളത്തിന് വിവിധ വിഷയങ്ങളിൽ സാമ്പത്തിക ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് വയനാട് പുനരധിവാസ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് സംസ്ഥാനത്തിന്. മാത്രവുമല്ല 530 കോടി രൂപയാണ് വായ്പയായി അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ വിനിയോഗം സംബന്ധിച്ച കാര്യങ്ങളിൽ വിവരങ്ങൾ നൽകാൻ മാർച്ച് 31 വരെയാണ് സമയം നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായും അത് നൽകുക, ആ വിവരങ്ങൾ നൽകുക, ചെലവഴിച്ച തുകയുടെ കാര്യങ്ങൾ നൽകുക എന്നത് ഇത്രയും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ നൽകുക എന്നത് ഒട്ടും പ്രായോഗികമായ കാര്യമല്ല. ഈ കൂടിക്കാഴ്ചയിൽ ഏതായാലും ആ വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, കേരളത്തിന് കൂടുതൽ വയനാടിന്റെ പുനരധിവാസ കാര്യത്തിൽ കൂടുതൽ സാമ്പത്തിക സഹായം ലഭിക്കേണ്ടതുണ്ട്. 2000 കോടി രൂപയിലധികം വരുന്ന പാക്കേജാണ് കേരളം ആവശ്യപ്പെട്ടതെങ്കിൽ പോലും അക്കാര്യത്തിൽ അനുകൂല നിലപാട് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അക്കാര്യം മുഖ്യമന്ത്രി ധനമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഇതുവരെ ചെലവഴിച്ച അല്ലെങ്കിൽ വയനാട്ടിൽ എന്തൊക്കെ നടപ്പാക്കി തുടങ്ങിയ കാര്യങ്ങളിലും ധനമന്ത്രിയെ കേരളം അറിയിച്ചിട്ടുണ്ട്. കൂടാതെ പല വിഷയങ്ങളിലും വികസന പദ്ധതികൾക്ക് കേന്ദ്രത്തിൻ്റെ സഹായം കൂടിയേ തീരൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിഴിഞ്ഞം പദ്ധതി. പ്രത്യേകിച്ച് വിഴിഞ്ഞം പദ്ധതിൻ്റെ 2-3 ഘട്ടങ്ങളുടെ നടപടികളുമായി മുന്നോട്ട് പോകാൻ പാരിസ്ഥിതിക അനുമതി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നൽകുകയും ചെയ്തിരുന്നു. അതിന് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടത് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി പൂർത്തീകരിക്കാൻ ഏതാണ്ട് 10,000 കോടി രൂപയുടെ ആവശ്യമുണ്ട്. സ്വാഭാവികമായും വിഴിഞ്ഞം കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്വപ്ന പദ്ധതിയാണ്. അപ്പോൾ ആ വിഷയവും ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ആശാ വർക്കർമാരുടെ സമരം സംബന്ധിച്ച കാര്യങ്ങൾ, അവരുടെ പ്രതിസന്ധി സംബന്ധിച്ച കാര്യങ്ങൾ മുഖ്യമന്ത്രി ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ അത് ചർച്ച നടത്തിയോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്ത് ഒരു ഔദ്യോഗിക അറിയിപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ആശാ വർക്കർമാരുടെ വിഷയം ധനമന്ത്രാലയവുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമല്ല. അതിൽ ആരോഗ്യ മന്ത്രാലയം JP നഡ്ഡയുടെ അടക്കം നിലപാട് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയം കൂടിക്കാഴ്ചയ്ക്ക് വന്നോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പ്രത്യേകിച്ച് ബ്രാൻഡിംഗ് അടക്കമുള്ള വിഷയങ്ങളിൽ കേരളത്തിന്റെ നൽകേണ്ട തുക ലാപ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ആ വിഷയം ചർച്ചയ്ക്ക് വന്നോ എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അപർണ, കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ആർ രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്.